ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസിലെ പേജ് നമ്പർ 80 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്: രണ്ട് സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1131 കിട്ടി. സംഖ്യകളുടെ ഗുണനഫലം തുകയും സംഖ്യകളും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പം എക്സും വൈയും ആയിട്ട് എടുക്കാം. നമ്മളിവിടെ രണ്ട് സംഖ്യകൾ എക്സും വൈയും എടുത്തു. ഇനി ഓരോന്നിനോടും ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 1ഉം വൈ പ്ലസ് 1ഉം. ഇനി അത് ഗുണിച്ചപ്പോൾ 1271 കിട്ടി. അപ്പോൾ അത് തമ്മിൽ ഗുണിച്ചപ്പോൾ 1271 കിട്ടി. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ, ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സംഖ്യകളിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യകളാണ് എക്സ് മൈനസ് 1ഉം വൈ മൈനസ് 1ഉം. അവ തമ്മിൽ ഗുണിച്ചപ്പോൾ 1131 കിട്ടി. 1131 കിട്ടി. അങ്ങനാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഗുണനഫലം എന്താണ്, തുക എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് ഇൻറ്റു വൈ, അപ്പോൾ എക്സ് വൈ, പിന്നെ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1. ഇതാണ് 1271. ഇനി ഇവിടെ എക്സ് വൈ, ഈ പ്ലസ് അതേപോലെ ഇടുക, ഇവിടെയും പ്ലസ് അതേപോലെ ഇടുക, പ്ലസ് അതേപോലെ ഇടുക. എക്സ് വൈ 1 ഇൻറ്റു എക്സ് എക്സ് തന്നെ, 1 ഇൻറ്റു വൈ വൈ തന്നെ, 1 ഇൻറ്റു 1 1 തന്നെ, ഈക്വൽ ടു 1271. ഇനി ഒന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1270 കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷനും ഇതേപോലെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് 1. നെഗറ്റീവ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പോവുക. ഇനി മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 1131. ഇനി ഇവിടെ നോക്കിക്കേ, ഈ എക്സ് വൈ പ്ലസും മൈനസും, ഒരു മൈനസ് ആയപ്പോൾ മൈനസ് എക്സ്, ഇവിടെ ഒരു മൈനസേ ഉള്ളൂ, അപ്പോൾ മൈനസ് വൈ. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി. 1 ഇൻറ്റു 1 1 തന്നെ, 1131. ഇനി ഈ 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1130. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻസും എഴുതി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈയും എക്സ് പ്ലസ് വൈയും കിട്ടും. നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ നമുക്ക് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായിപ്പോവും, പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസലായിപ്പോയി. എക്സ് വൈയുടെ കൂടെ എക്സ് വൈ കൂട്ടുമ്പോൾ 2 എക്സ് വൈ ഈക്വൽ ടു, ഇത് തമ്മിൽ കൂട്ടുക, 0 0 2400 കിട്ടി. അതായത് 2 എക്സ് വൈ ആണ് 2400. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായ 1200. ഇപ്പോൾ എക്സ് വൈ 1200 കിട്ടി. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ അതിൻ്റെ വില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. അതിനകത്ത് എക്സ് വൈയുടെ വില 1200 ഇപ്പോൾ കിട്ടി. ബാക്കി അതുപോലെ തന്നെ എഴുതുക, ഈക്വൽ ടു 1270. അപ്പോൾ ഈ 1200 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വില കിട്ടും.
അതായത് 1270 നിന്ന് 1200 കുറയ്ക്കുക, അപ്പോൾ 70 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ 70 എക്സ് ഇൻറ്റു വൈ 1200. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെയും വൈയുടെയും വില കൂടി കാണണം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എക്സ് വൈ 1200. അപ്പോൾ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ആ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മളതിനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 1200ൻ്റെ ഫാക്ടേഴ്സ് കാണുന്നതിനേക്കാളും എളുപ്പം 12ൻ്റെ ഫാക്ടേഴ്സ് കാണുക. അപ്പോൾ 1 ഇൻറ്റു 12, 2 ഇൻറ്റു 6, 3 ഇൻറ്റു 4, 12ൻ്റെ ഫാക്ടേഴ്സ് ഇതാണ്. പക്ഷെ നമുക്ക് 1200 അപ്പോൾ നമുക്ക് 0 ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ 120ഉം 10ഉം വരും. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ എന്താണേലും അത് 3 അക്ക സംഖ്യ, അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി 20ഉം 60ഉം നോക്കുമ്പോൾ 20ൻ്റെ കൂടെ 60 കൂട്ടുമ്പോൾ 80 വരും. നമുക്ക് കൂട്ടുമ്പോൾ 70 വരാവുള്ളൂ. പക്ഷെ 30ഉം 40ഉം കൂടെ കൂട്ടുമ്പം 70ഉം വന്ന് ഗുണിക്കുമ്പം 1200 വന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് എക്സിന് 30 40 ഏത് വേണേലും എടുക്കാം. y ഈക്വൽ ടു 30. ഇപ്പോൾ 2 നമ്പേഴ്സും നമുക്ക് കിട്ടി. നേരത്തെ അതേ ചോദ്യം പോലെ തന്നെയാണ്. ഇപ്പോൾ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. 2 ഒറ്റ സംഖ്യകളിൽ ഓരോന്നിൻ്റെയും തൊട്ട് മുമ്പിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 285ഉം തൊട്ട് പുറകിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 165ഉമാണ്. സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ സംഖ്യകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്കെല്ലാം കണ്ടുപിടിക്കണം, എങ്കിലേ ഉള്ളൂ സംഖ്യകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഒറ്റ സംഖ്യകൾ, ഒറ്റ സംഖ്യ ആണെങ്കിലും ഏത് സംഖ്യ ആണെങ്കിലും സംഖ്യകൾ എടുക്കുന്നത് നമ്മൾ എക്സും വൈയും ആയിട്ട് തന്നെയാണ്. അപ്പോൾ എക്സും വൈയും നമ്മുടെ സംഖ്യകളാണെങ്കിൽ എക്സും വൈയും ആണ് നമ്മുടെ സംഖ്യകൾ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളിൽ തൊട്ട് മുമ്പിലുള്ളത് എക്സ് ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള അടുത്ത ഒറ്റ സംഖ്യ ഏതായിരിക്കും? 1 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ്. അടുത്ത ഒറ്റ സംഖ്യ 3. അപ്പോൾ 1ൽ നിന്ന് 3 കിട്ടണമെങ്കിൽ 2 കൂട്ടണം. അപ്പോൾ ഇവിടെ 2 കൂട്ടി എഴുതുക. എക്സ് പ്ലസ് 2ഉം വൈ പ്ലസ് 2ഉം. ഇനി അതിൻ്റെ ഗുണനഫലം. അപ്പോൾ ഗുണനഫലം ആയല്ലോ. ഗുണനഫലം എത്രയാണ് തന്നിരിക്കുന്നത്? 285 ഗുണനഫലം തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ തൊട്ടു പുറകിലുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ എന്താ? 2 കുറച്ച് എഴുതണ്ടേ? ഇപ്പോൾ എക്സ് മൈനസ് 2 ആണ് തൊട്ടു പുറകിലുള്ള ഒറ്റ സംഖ്യ. അതേപോലെ തന്നെ വൈ മൈനസ് 2. അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് 165. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. പിന്നെ പ്ലസ് എക്സ് ഇൻറ്റു 2. അപ്പോൾ പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു പ്ലസ് 2 എന്ന് പറയുന്നത് പ്ലസ് 4i ഈക്വൽ ടു 285. പിന്നെ നമുക്ക് ഈ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y ഈക്വൽ ടു ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ 285 4 പോകുമ്പോൾ 281 എന്ന് വരും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും ഉണ്ടാക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു -2. അപ്പോൾ -2x -2 ഇൻറ്റു വൈ. അപ്പോൾ -2y -2 ഇൻറ്റു -2 2 നെഗറ്റീവ് വരുമ്പോൾ അത് പ്ലസ് ആയി. 2 ഇൻറ്റു 2 4i ഈക്വൽ ടു 165. ഇനി ആ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് എക്സ് വൈ -2x -2y ഈക്വൽ ടു 165 4 പോകുമ്പോൾ 161. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ 2 ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം.
നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ +2ഉം -2ഉം ക്യാൻസലായി, സെയിം നമ്പർ ഓപ്പോസിറ്റ് സൈൻ വരുന്നത് ക്യാൻസലായി പോകും. ഇവിടെയും അതുപോലെ ക്യാൻസലാവും. xy + xy എന്ന് പറയുന്നത് 2xy ആണ്. 2xy = ഇത് തമ്മിൽ കൂട്ടുക. 1 1 2 6 14 442 എന്ന് വന്നു. അതായത് xy എന്ന് പറയുന്നത് അതിൻ്റെ പകുതി 221 എന്ന് വന്നു. xy കിട്ടി. ഇനി ആ xyയുടെ വില നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിനകത്ത് xyയുടെ വില ഇപ്പം കിട്ടിയത് 221 ആണ്. പ്ലസ് 2x + 2y = 281. അപ്പോൾ ഈ 221 അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം ഇവിടെ 2 കോമൺ ആണല്ലോ, അപ്പോൾ ആ 2നെ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് 2xനകത്തും 2yക്കകത്തും 2 കോമൺ ഉണ്ട്. ബാക്കിയുള്ളത് x പ്ലസ് 2yയിലെ 2 പുറത്തെടുത്ത് കഴിഞ്ഞു, പിന്നെ y ഉള്ളൂ. = 281 നിന്ന് 221 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 60 എന്ന് വരും. ഇനി x + y എത്ര? 2x + 2 ടൈംസ് ആണ് 60. അങ്ങനെയാണെങ്കിൽ x + y 30 എന്ന് കിട്ടി. ഇനി x + y 30ഉം xy 221 ആണെങ്കിൽ xും yയും കണ്ടുപിടിക്കണം. അത് നമ്മൾ ഫാക്ടേഴ്സ് കാണുക. 221ൻ്റെ ഫാക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ x + y 30ഉം xy 221 ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 221ൻ്റെ ഫാക്ടേഴ്സ് കാണുക. നമുക്കറിയാം 17ഉം 13ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് 221 കിട്ടുന്നത്. ഇനി 17ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 30 കിട്ടുകയും ചെയ്യും. അതായത് നമ്പേഴ്സ്, ഒന്നാമത്തെ നമ്പർ x 17ഉം രണ്ടാമത്തെ നമ്പർ y 13 നമുക്ക് കിട്ടി. എല്ലാവരും എഴുതി പഠിക്കുക.